ഈ നവീകരണത്തിലേക്കൊക്കെ വരുവാന് കളമൊരുക്കിയ സ്നേഹോർമ്മകളാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു. കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ സിനിമാ മേഖല ഒരു വലിയ സ്വപ്നമായിരുന്നു. ഈ ഡിവൈൻ ധ്യാനിക്കാൻ വന്ന് അപ്പോൾ ആ ധ്യാന മധ്യേ സ്പിരിച്വൽ ഷെയറിങ്ങിന്റെ സമയത്ത് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഉൾചിന്ത ആ കൗൺസിലർ പറഞ്ഞു തന്നു. അതിപ്രകാരമായിരുന്നു, മോനെ, ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ കഴിവുകൾ എനിക്ക് വേണ്ടി സമർപ്പിച്ചാൽ നിന്റെ കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധാലുവായിരിക്കും എന്ന് പറഞ്ഞാൽ കുറേശ്ശെ പാട്ട് പാടാറുണ്ട്, കുറേശ്ശെ കവിത എഴുതാറുണ്ട്, കുറേശ്ശെ ഈണങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചിന്ത കിട്ടിയപ്പോൾ അതിൽ നിന്നും എനിക്ക് ആശയക്കുഴപ്പമായി. ദൈവമേ, ഭാവിയിലേക്ക് എൻ്റെ ഭാവി എങ്ങനെയാകും? ഒരു സാമ്പത്തിൻ്റെ മേഖല അല്ലെങ്കിൽ കൂടുതൽ പേരെ പ്രശസ്തി ഇങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള മേഖല സിനിമാ മേഖല. പക്ഷേ ഇവിടെ കിട്ടിയ ചിന്ത എന്താണ്? നീ ഈശോയ്ക്ക് വേണ്ടി നിന്റെ കല സാഹിത്യ തലങ്ങൾ സമർപ്പിക്കുക. അങ്ങനെ പ്രിയമുള്ളവരെ, അതിലേക്ക് ഹൃദയം തുറക്കാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഞാൻ ഓർക്കുന്നു, 94 മൂവാറ്റുപുഴ കലൂര് വെച്ച് നടന്ന ഒരു ഏൽ ബദേൽ എന്ന് പറയുന്ന ഒരു യുവത്വ കൂട്ടായ്മ. അവിടെ ബഹുമാനപ്പെട്ട ഷാജി വൈക്കത്ത് പറമ്പിൽ എന്ന സഹോദരൻ, ഒപ്പം സുനിൽ പന്നിയാർകുട്ടി, സജി പന്നിയാർകുട്ടി, ഒരു ബിജു രാജപുരം, അവരൊക്കെ ചേർന്ന് ബഹുമാനപ്പെട്ട കക്കോഴി അച്ഛന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു യുവജന ധ്യാനം. അവിടെ വെച്ചാണ് ഈശോ എന്ന രക്ഷകന്റെ, ആ രക്ഷകനാണ് ജീവിതത്തിന്റെ ഓരോ സ്പന്ദനവും ഏറ്റെടുക്കുന്നവൻ. ആകാശത്തിന് കീഴെ മാനവരക്ഷയ്ക്കുള്ള ഒരേ ഒരു നാമം, ആ രക്ഷാനാമം യേശു മാത്രമാണെന്ന തിരിച്ചറിവില് ഹൃദയപൂർവ്വം ജീവിതം സമർപ്പിക്കുവാൻ ഇടയാക്കിയത് പ്രിയമുള്ളവരെ, അതിന് സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. കുഞ്ഞുനാൾ മുതലേ ജപമാല സ്നേഹം എൻ്റെ എളിയ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കുവാനുള്ള വഴിത്താരി ഒരുക്കി പരിശുദ്ധ അമ്മ കരം പിടിച്ചു. അവിടെ നിന്ന് ആ ധ്യാനത്തില് ദിവ്യകാരുണ്യ സന്നിധിയില് എൻ്റെ ആകുലതയും ഉത്കണ്ഠയും ഞാൻ പങ്കുവെച്ചപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട കക്കോഴി അച്ഛനിലൂടെ സന്ദേശം കിട്ടി. തൻ്റെ ജീവിതത്തിന്റെ ആകുലതയും ഉത്കണ്ഠയും പങ്കുവെക്കുന്ന ഒരു യുവാവിനോട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതെൻ്റെ യുവത്വ ജീവിതത്തിലെ, ഒരു 32 വർഷം മുമ്പുള്ള ജീവിതത്തിലെ ഒരു വലിയ തീക്കാറ്റായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയരെ, അന്ന് കിട്ടിയ ഒരു ഉൾക്കാമ്പാണ്, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. അന്ന് അവിടെ തുടങ്ങിയ നീ ഭയപ്പെടേണ്ട മകനെ എന്ന് തമ്പുരാൻ പറഞ്ഞു തന്ന ആ സ്നേഹവാക്കിന്റെ, ആ വചനത്തിന്റെ ഉൾക്കാമ്പ് ഹൃദയത്തിൽ പതിച്ചപ്പോൾ അവിടെ നിന്ന് പിച്ചവെച്ച് നടന്നപ്പോൾ പ്രിയരെ, ഇന്ന് 3500-4000-ത്തിലധികം ഗാനങ്ങള്, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കുറിക്കുവാൻ നല്ല ദൈവം അനുഗ്രഹം നൽകിയെങ്കിൽ ആ ദൈവം വാക്കുമാറ്റിയില്ല. ഞാൻ ഉറങ്ങാനായി താരാട്ടുപാടുന്നു ദൈവം, ആബാ ദൈവമേ, ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും. സക്രാരി തന്നിൽ നിത്യം വാഴുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം, ബലിയർപ്പിക്കാൻ വരുവിൻ. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ
കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ പൂർണ്ണ മനസ്സോടും പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചിയെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുമ്പിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോളെൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. സന്തോഷത്തോടെ ഇസ്രായേലിന്റെ നാഥനായ ദൈവം, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വിളിച്ച ദൈവം, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ വിടുന്നു ദൈവം. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അവപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. കരങ്ങൾ ഉയർത്തി. ഇസ്രായേൽ നാഥനായ ദൈവം, വഴിയും സത്യവും ജീവനുമായ ദൈവം കരം പിടിക്കുന്നു നമ്മളെ. ചെങ്കടലിൽ പാതടച്ച ദൈവം, മരുഭൂമിയിൽ മഞ്ഞപൊഴിച്ച ദൈവം, എരുവയിൽ മേഘത്തണലായി വിരിച്ച ദൈവം നമ്മോടുകൂടെ. ചെങ്കടലിൽ നീയെന്നു പാത തെളിച്ചു, മരുവിൽ മകൾക്കു മഞ്ഞ പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി സീനായി
മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന ഒഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഇന്നും ജീവിക്കുന്ന ദൈവമായി നമ്മളെ കരുത്തു പകർന്നു നയിക്കുന്നു. മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂമിയിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോഗ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ വിടുന്നു ദൈവം. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നല്ല ദൈവത്തിനും ഒപ്പം